സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങിയതടക്കം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന CPIMന്റെ വിലയിരുത്തൽ. സമുദായ വോട്ടുകളിലും വിള്ളലുണ്ടായി. വോട്ട് ചോർച്ചയും സംസ്ഥാനത്തെ രാഷ്ട്രീയ മാറ്റവും ഇഴകീറി പരിശോധിക്കാനായി CPIM സംസ്ഥാന സമിതി യോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ്. കെ രാധാകൃഷ്ണന് പകരം പുതിയ മന്ത്രിയുടെ കാര്യത്തിലും തീരുമാനമുണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സംഘടനാ തലത്തിൽ തിരുത്തൽ നടപടിക്ക് തയ്യാറെടുക്കുകയാണ് CPIM. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങിയതടക്കം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളിൽ കൈവച്ചതും വോട്ടിടിവിന് കാരണമായിട്ടുണ്ട്. ഒപ്പം സമുദായങ്ങൾ അകന്നെന്നും വിലയിരുത്തി. ഇഴവ വോട്ടുകളിൽ വിള്ളലുണ്ടായി. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ വോട്ടുകളും അനുകൂലമായില്ല. കേഡർ വോട്ടുകൾ പോലും BJPയിലേക്ക് ചോർന്നത് ഗൗരവകരമായി പരിശോധിക്കുകയാണ് പാർട്ടി. സംസ്ഥാന സമിതി യോഗത്തിലും തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കും. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം യോഗത്തിൽ ഇഴകേറി പരിശോധിക്കും. ഒപ്പം തിരുത്തൽ നടപടികളും നിർദ്ദേശിക്കും. ജനക്ഷേമ പദ്ധതികൾക്ക് സർക്കാർ കൂടുതൽ ഊന്നൽ നൽകണമെന്ന് സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന വൻകിട പദ്ധതികൾ വേണ്ടെന്നാണ് അഭിപ്രായം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് പ്രാദേശിക തലത്തിൽ പ്രവർത്തനം ശക്തിപ്പെടുത്താനും ആലോചനയുണ്ട്. തിരുത്തൽ മാർഗരേഖ തയ്യാറാക്കാനാണ് നീക്കം. 3 ദിവസം നീളുന്ന സംസ്ഥാന സമിതിക്ക് ശേഷം സെക്രട്ടേറിയറ്റ് വീണ്ടും ചേരും. സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് തിരുത്തൽ നടപടികളിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ആലത്തൂരിൽ ജയിച്ച കെ രാധാകൃഷ്ണന് പകരം മന്ത്രിസ്ഥാനത്തേക്കുള്ള പുതിയ ആളെയും യോഗത്തിൽ തീരുമാനിച്ചേക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.